ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെൻറ്റർ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Today we will discuss direct memory access. In the previous videos, we have actually discussed the data transfer between I/O devices and processor, right? Today, we will discuss the data transfer between I/O devices and memory. That is actually the term meant by direct memory access. അപ്പോൾ പ്രോസസ്സറും I/O ഡിവൈസസും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടു. Today, we will see the data transfer between I/O devices and memory. മെമ്മറിയും I/O ഡിവൈസസും തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Direct memory access is actually an approach which is used to transfer large blocks of data at high speed between between memory and I/O devices. Okay. അത് മെമ്മറിയും I/O ഡിവൈസസും തമ്മിൽ ലാർജ് ബ്ലോക്സ് ഓഫ് ഡേറ്റ ഹൈ സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഈസ്, ഈ ട്രാൻസ്ഫർ ആക്ച്വലി നടക്കുന്നത് വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് പ്രോസസ്സറാണ്. ആക്ച്വലി പ്രോസസ്സറാണ് ഈ ട്രാൻസ്ഫർ, അതായത് I/O ഡിവൈസസും മെമ്മറിയും തമ്മിലുള്ള ട്രാൻസ്ഫർ ശരിക്കും ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതുള്ള പ്രോസസ്സറാണ്. ബട്ട് പ്രോസസ്സർ ഈസ് ആക്ച്വലി free from this task. In direct memory access, without the intervention of the processor, transfer is taking place between memory and I/O devices. That is meant by the term direct memory access. We will see how it will be possible. ഇവിടെ ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ നമുക്കുള്ള മെയിൻ ഒരു കമ്പോണൻ്റ് ആണ് DMA controller. Associated with input-output devices, there will be one DMA controller. The DMA transfers are actually performed by a DMA controller. Here you can see the diagram. Here this is the system bus. All the devices are actually connected to the system bus. Here you can see, here there is a DMA controller and here there is a DMA controller. So this is the disk DMA controller, and associated to network interface also there is a DMA controller. So many DMA controllers will be there associated with different I/O devices. Okay. അപ്പോൾ ഇവിടെ ഈ DMA കൺട്രോളറാണ് അതായത് ഈ ഡിസ്കും മെമ്മറിയും തമ്മിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഡിസ്ക് DMA കൺട്രോളർ. ഓക്കെ. ആൻഡ് ഈ DMA കൺട്രോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ പ്രോസസ്സറിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഡാറ്റ I/O ഡിവൈസസും മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പ്രോസസ്സറിൻ്റെ ഇൻ്റർവെൻഷൻ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് വെച്ചാൽ ബൈ യൂസിങ് എ DMA കൺട്രോളർ. പ്രോസസ്സർ ഈ DMA കൺട്രോളർക്ക് ഫുൾ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു I/O ഡിവൈസും മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ പവർ പ്രോസസ്സർ DMA കൺട്രോളേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ DMA കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം വിച്ച് വിൽ ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ. പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൻ്റെ കൺട്രോളിലായിരിക്കും DMA കൺട്രോളർ വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടത്തണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഡിസ്കും മെമ്മറിയും തമ്മിലൊരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക് DMA കൺട്രോളറാണ് അവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക് DMA കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം വിച്ച് ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനൊരു ഡാറ്റ ട്രാൻസ്ഫർ നടക്കണം എന്നുണ്ടെങ്കിൽ ദ പ്രോസസ്സർ വിൽ സെൻഡ് സം ഡേറ്റ ടു ദ DMA കൺട്രോളർ. അതായത് പ്രോസസ്സർ DMA കൺട്രോളർക്ക് കുറച്ച് ഡേറ്റ കൊടുക്കും. എന്തൊക്കെ ഡേറ്റയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം. ഒന്ന്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അതായത് ഇപ്പോൾ മെമ്മറിയിലേക്കാണല്ലോ റൈറ്റ് ചെയ്യുകയോ റീഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ എവിടെ നിന്ന് റീഡ് ചെയ്യാൻ തുടങ്ങണം അല്ലെങ്കിൽ എവിടേക്ക് റൈറ്റ് ചെയ്യാൻ തുടങ്ങണം എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആദ്യം പ്രോസസ്സർ DMA കൺട്രോളർക്ക് കൊടുക്കും. അതുപോലെ ദ നമ്പർ ഓഫ് വേർഡ്സ്, എത്ര നമ്പർ ഓഫ് വേർഡ്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് എന്നുള്ള ഡേറ്റ കൊടുക്കും. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ. ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ I/O ഡിവൈസിൽ നിന്ന് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണോ വേണ്ടത്, അതോ മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്തിട്ട് I/O ഡിവൈസസിന് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്. ആ ഓപ്പറേഷനാണ് നമ്മൾ പറയുന്നത് റീഡും റൈറ്റും. റീഡ്, റൈറ്റ്.
അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് പ്രോസസ്സർ ആദ്യം തന്നെ DMA കൺട്രോളർക്ക് പാസ് ചെയ്യും. ഒന്ന് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, പിന്നെ നമ്പർ ഓഫ് വേർഡ്സ് ടു ബി ട്രാൻസ്ഫർ, പിന്നെ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ, അതായത് റീഡ് ഓപ്പറേഷൻ ആണ് റൈറ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ DMA കൺട്രോളർ എന്ത് ചെയ്യും? DMA കൺട്രോളർ വിൽ ഇനീഷ്യേറ്റ് ദ ഡാറ്റ ട്രാൻസ്ഫർ. ഇനി ഡാറ്റ ട്രാൻസ്ഫർ ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര നമ്പർ ഓഫ് വേർഡ്സ്, അതായത് പ്രോസസ്സർ പറഞ്ഞ അത്രയും നമ്പർ ഓഫ് വേർഡ്സ് ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിയുമ്പോൾ DMA കൺട്രോളർ വിൽ റൈസ് ആൻഡ് ഇൻറപ്റ്റ്. DMA controller will rise and interrupt. അപ്പോൾ ഇൻട്രപ്റ്റ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രപ്റ്റ് ആർക്ക് കൊടുക്കും? പ്രോസസ്സറിന് കൊടുക്കും, ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഐ ഹാവ് പെർഫോംഡ് ഓൾ ദ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇത്രയും പറഞ്ഞത്ര നമ്പർ ഓഫ് വേർഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇനി അറ്റ് ദ എൻഡ് DMA controller will raise and interrupt to the processor. Then the processor will recognize the DMA controller have performed all the operations. അപ്പോൾ ഇങ്ങനെയാണ് DMA ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ DMA ട്രാൻസ്ഫേഴ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. DMA ട്രാൻസ്ഫേഴ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു വേർഡ് കൗണ്ട്, എത്ര വേർഡാണെന്നുള്ളത് പ്രോസസ്സർ സെൻഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ വേർഡ് കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ഉണ്ട്. പിന്നെയുള്ള രജിസ്റ്റർ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ എന്ന് പറയും. സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് എ 32 ബിറ്റ് രജിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതായത് ഇതിനകത്ത് കുറച്ച് ബിറ്റുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ബിറ്റ് എന്ന് വെച്ചാൽ ഡൺ ബിറ്റ്. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ റീഡാണോ റൈറ്റ് ആണോ എന്നറിയാനുള്ള ബിറ്റ്. പിന്നെ ലാസ്റ്റത്തെ 2 ബിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ബിറ്റ് ഇൻട്രപ്റ്റ് എനേബിൾ, പിന്നെ ഇവിടുത്തെ ഒരു ബിറ്റ് IRQ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ഇങ്ങനെ കുറേ ബിറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ മൂന്ന് രജിസ്റ്റേഴ്സാണ് DMA കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ, ദെൻ വേർഡ് കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ, പിന്നെ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ്. ഈ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സിൽ ഈ ഡൺ ബിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഡൺ ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്ത്, ഇതൊരു ഫ്ലാഗ് ആണ്, ഇത് 1 ആയിട്ട് സെറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ദ കൺട്രോളർ ഹാസ് കംപ്ലീറ്റഡ് ദ ഓൾ ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് ഇറ്റ് ഈസ് റെഡി ടു റിസീവ് അനദർ കമാൻഡ്. അതായത് ഈ ഡണ്ണ് 1 ബിറ്റ് ആണെങ്കിൽ, ഇതൊരു ഫ്ലാഗ് ആണ്, 1 ബിറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം DMA കൺട്രോളർ ഇപ്പോൾ പ്രോസസ്സർ ഏൽപ്പിച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ദെൻ ഇറ്റ് ഈസ് റെഡി ടു റിസീവ് അനദർ കമാൻഡ്. ഓക്കെ, അതാണ് ഡൺ ബിറ്റിൻ്റെ അർത്ഥം. ഡണ്ണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾറെഡി ഓവർ. റീഡ് ആൻഡ് റൈറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ. അതായത് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുകയാണോ വേണ്ടത് അതോ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണോ വേണ്ടത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6. ഇത് 1 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ റീഡ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക, 0 ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുക. ഓക്കെ, ദെൻ ഈ ബിറ്റ് എന്ന് വെച്ചാൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആണ്, IRQ. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IRQ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക, DMA കൺട്രോളർക്ക് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റൈസ് ചെയ്യണമെങ്കിൽ ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ ഇൻട്രപ്റ്റ് എനേബിൾ ആണിത്. ഇൻട്രപ്റ്റ് എനേബിൾ ഫ്ലാഗ് വിൽ ബി സെറ്റ് ടു 1. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് കോസസ് the controller to raise an interrupt after it has completed all transfer of data. അതായത് ഡേറ്റ ട്രാൻസ്ഫർ ഫുള്ള് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രപ്റ്റ് പ്രോസസ്സറിലേക്ക് കോൾ ചെയ്തിട്ടാണ് DMA കൺട്രോളറുടെ ഫുൾ ഓപ്പറേഷൻസ് കഴിഞ്ഞു എന്ന് ആരെ അറിയിക്കുന്നത്? പ്രോസസ്സറിനെ അറിയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ബിറ്റാണ് ഇൻട്രപ്റ്റ് എനേബിൾ. അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സാണ് DMA കൺട്രോളർ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്. ഒന്ന് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് വേർഡ് കൗണ്ടിന് വേണ്ടിയിട്ട്, ഒന്ന് സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് സൈക്കിൾ സ്റ്റീലിംഗ്. സോ ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് സൈക്കിൾ സ്റ്റീലിംഗ്? സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നെ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഇവിടെ എല്ലാ സിസ്റ്റം ബസ്സിലേക്ക് എല്ലാവരും കണക്ട് ചെയ്തേക്കുന്നത് സെയിം സിസ്റ്റം ബസ്സിലേക്കാണ്. പ്രോസസ്സർ, മെമ്മറി ആൻഡ് ഓൾ ദ ഡിവൈസസ് ആൻഡ് DMA കൺട്രോളേഴ്സ് ആക്ച്വലി യൂസ് ചെയ്യുന്ന സിസ്റ്റം സെയിം സിസ്റ്റം ബസ്. അപ്പോൾ പ്രോസസ്സറും സിസ്റ്റം ബസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു, DMA കൺട്രോളറും റിക്വസ്റ്റ് കൊടുത്തെങ്കിൽ ദ ഹൈ പ്രയോറിറ്റി വിൽ ബി ഓൾവേസ് ഗിവൺ ടു ദ DMA കൺട്രോളർ. ഓക്കെ, ഹൈ പ്രയോറിറ്റി വിൽ ബി ഓൾവേസ് ഗിവൺ ടു DMA കൺട്രോളർ. പക്ഷേ ആക്ച്വലി പ്രോസസ്സറാണ് മെമ്മറി സൈക്കിൾസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആൾ. എന്നിട്ടും DMA കൺട്രോളർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കിട്ടിയത്.
In this sense, we are telling that DMA controller is actually stealing the bus cycle from the processor. അതായത് ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സർ ഇനീഷ്യേറ്റ് ചെയ്തൊരു മെമ്മറി സൈക്കിള് പ്രയോറിറ്റി കൂടുതൽ കാരണം DMA കൺട്രോളർക്ക് കിട്ടുന്നു. അതായത് DMA കൺട്രോളർ പ്രോസസ്സറിന് കിട്ടിയ ഒരു മെമ്മറി സൈക്കിള് ശരിക്കും മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് സൈക്കിൾ സ്റ്റീലിംഗ്. ആ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ആർക്ക് കിട്ടും? IO ഡിവൈസസിന് കിട്ടും. അപ്പം DMA കൺട്രോളർക്കാണ് ഓൾവേസ് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ പല DMA കൺട്രോളേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ പറഞ്ഞു ഡിസ്കിലേക്ക് അസോസിയേറ്റ് ചെയ്ത് DMA കൺട്രോളർ ഉണ്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസിനോട് അസോസിയേറ്റ് ചെയ്ത് DMA കൺട്രോളർ ഉണ്ട്. അപ്പോൾ പല IO ഡിവൈസസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള DMA കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ പല DMA കൺട്രോളേഴ്സ് ഒരുമിച്ച് ഒരു ബസ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഹൈ സ്പീഡ് പെരിഫറൽസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഹൈ സ്പീഡ് പെരിഫറൽസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള DMA കൺട്രോളർക്കായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. ഓക്കെ, അതായത് ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, ഡിസ്ക്, അതുപോലെ ഗ്രാഫിക്സ് ഡിസ്പ്ലേ ഡിവൈസസ്, അതൊക്കെയാണ് ഹൈ സ്പീഡ് പെരിഫറൽസ്. അപ്പോൾ ഹൈ സ്പീഡ് പെരിഫറൽസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള DMA കൺട്രോളർക്കായിരിക്കും ഹൈസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ദ പ്രോസസ്സർ ഈസ് ഒറിജിനേറ്റ് ഇൻ ദ മെമ്മറി സൈക്കിൾസ്, ബട്ട് വെൻ ദ DMA controller is asking for a bus, the DMA controller is getting the priority to use the bus. In this sense, we can say that the DMA controller is actually stealing the memory cycles from the processor. It is known as cycle stealing. പിന്നെ വേറൊരു കോൺസെപ്റ്റ് ബേസ്റ്റ് മോഡ് എന്ന് പറയും. ബേസ്റ്റ് മോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് മോഡ് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ DMA കൺട്രോളർക്ക് മെമ്മറി, അതായത് DMA കൺട്രോളർ ഈസ് ആക്ച്വലി ഗിവിങ് exclusive access to the main memory to transfer a block of data without interruption. അതിനെയാണ് നമ്മൾ ബ്ലോക്ക് മോഡ് എന്ന് പറയാം. അത് DMA കൺട്രോളർക്ക് ഫുള്ളായിട്ടൊരു ആക്സസ്, ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ളൊരു ഫുൾ ആക്സസ് ആർക്ക് കൊടുക്കുകയാണ്? DMA കൺട്രോളർക്ക് കൊടുക്കുകയാണ് അല്ലേ. അതായത് ഒരു ഇൻട്രപ്ഷനും ഇല്ല. ഹൈ പ്രയോറിറ്റി ആണെന്ന് DMA കൺട്രോളർക്ക് ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ DMA കൺട്രോളർക്ക് വി ആർ ഗിവിങ് ദ എക്സ്ക്ലൂസീവ് ആക്സസ് to the main memory to transfer a block of data without interruption. ആ കോൺസെപ്റ്റിനെയാണ് ബേസ്റ്റ് മോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് മോഡ് എന്ന് പറയുക. അതായത് ആ മെമ്മറി സൈക്കിളിൽ ഫുള്ള് എത്ര മെമ്മറി സൈക്കിൾ എടുത്തിട്ടാണെങ്കിലും ദാറ്റ് ബ്ലോക്ക് ഓഫ് ഡേറ്റ വിൽ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ മെമ്മറി ആൻഡ് IO ഡിവൈസ്. അപ്പോൾ ആ മോഡിനെയാണ് ബേസ്റ്റ് മോഡ് അല്ലെങ്കിൽ ബ്ലോക്ക് മോഡ് എന്ന് പറയാം. സോ ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു DMA. അപ്പോൾ ഐ വിൽ conclude. But direct memory access is nothing but which is actually a mechanism to transfer large blocks of data at a high speed between the memory and the external device without the continuous intervention by the processor. That is the main point, without the intervention by the processor. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു DMA കൺട്രോളർ ഉണ്ട്. ആ DMA കൺട്രോളർക്ക് പ്രോസസ്സർ ഫുള്ള് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രോസസ്സർ ചെയ്യേണ്ട ഡ്യൂട്ടി DMA കൺട്രോളർ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് ട്രാൻസ്ഫർ ഇനീഷ്യേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി പ്രോസസ്സർ വിൽ സെൻഡ് സം ഡേറ്റ ടു ദ DMA കൺട്രോളർ. ആ ഡേറ്റ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുക്കും, നമ്പർ ഓഫ് വേർഡ്സ്, ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ, ഇത്രയും ഡേറ്റ പ്രോസസ്സർ DMA കൺട്രോളർക്ക് കൊടുക്കും. ദെൻ ദ DMA കൺട്രോളർ വിൽ സ്റ്റാർട്ട് ദ ട്രാൻസ്ഫർ ഓപ്പറേഷൻ. ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓപ്പറേഷൻ DMA കൺട്രോളർ വിൽ റൈസ് ആൻഡ് ഇൻട്രപ്റ്റ് ടു ദ പ്രോസസ്സർ. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രപ്റ്റ് റൈസ് ചെയ്യുന്നത്? ജോബ് കഴിഞ്ഞു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റ് റൈസ് ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേഷൻസിൽ 3 രജിസ്റ്റേഴ്സാണ് മെയിനായിട്ട് DMA കൺട്രോളേഴ്സ് യൂസ് ചെയ്യുക. ഒന്ന് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് വേർഡ് കൗണ്ട് കീപ്പ് ചെയ്യാൻ, ഒന്ന് സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ. ഈ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോളിലെ മെയിൻ ബിറ്റാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഡൺ ഫ്ലാഗ് ആണ്. ഈ ഡൺ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി DMA കൺട്രോളർ ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. ഒരു ബിറ്റ് റീഡ് ആണോ റൈറ്റ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു ബിറ്റ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബിറ്റ് ഇൻട്രപ്റ്റ് എനേബിളിന് വേണ്ടിയിട്ട്. ഇൻട്രപ്റ്റ് എനേബിൾ എന്ന് വെച്ചാൽ ഈ ബിറ്റ് 1 ആയി കഴിഞ്ഞാലാണ് കൺട്രോളർക്ക് വീണ്ടും ഒരു ഇൻട്രപ്റ്റ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതായത് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻട്രപ്റ്റ് റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് ബിറ്റ് ഹാവ് ടു ബി 1. പിന്നെയുള്ള മെയിൻ കോൺസെപ്റ്റ് സൈക്കിൾ സ്റ്റീലിംഗ് ആണ്. സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് വെച്ചാൽ ഈ സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് പ്രോസസ്സറും DMA കൺട്രോളേഴ്സും ഒക്കെ ഉണ്ട്. സോ ഓൾവേസ് ദ DMA കൺട്രോളർ ഹാവിങ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഫോർ യൂസിങ് ദ സിസ്റ്റം ബസ്. അപ്പോൾ ഇഫ് സെവറൽ DMA കൺട്രോളേഴ്സ് ആർ റൈസിങ് ദ റിക്വസ്റ്റ് ഫോർ ദ സെയിം ബസ്, ആർക്ക് കൊടുക്കും? ഹൈ സ്പീഡ് പെരിഫറൽസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള DMA കൺട്രോളർക്കായിരിക്കും ചാൻസ് കൊടുക്കുക. അപ്പോൾ ആക്ച്വലി പ്രോസസ്സർ ആണ് മെമ്മറി സൈക്കിൾസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്.
പക്ഷേ DMA controller ചോദിച്ചു കഴിഞ്ഞാൽ DMA controller will get the highest priority. In this sense, we are telling that DMA controller is actually stealing the memory cycle from the processor. This is known as cycle stealing. ഇതുപോലെ തന്നെ പിന്നെ വരുന്നൊരു കോൺസെപ്റ്റ് ബ്ലോക്ക് മോഡ് അല്ലെ ബേസ് മോഡ് എന്ന് പറഞ്ഞാൽ if DMA controller is given exclusive access to the main memory to transfer a block of data without interruption, this is actually known as block mode or burst mode. Okay, that full cycle is actually dedicated for the DMA controller to transfer the operation. This is actually the concepts coming in direct memory access. Okay, thank you for watching my video.